ഹലോ ഫ്രണ്ട്സ്, ആർക്കും ഡീഫഡിങ്ങിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ചെമ്പരത്തി ജ്യൂസ്. അപ്പോൾ നിങ്ങളുടെ അവിടെ കുറേ സംശയം ഉണ്ടാവും, ചെമ്പരത്തി കൊണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, എങ്ങനെയാ കക്കൂല എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. ഒരു കക്കിലും കാര്യങ്ങളും നല്ല ടേസ്റ്റ്, നല്ല കിടുക്കാച്ചി ജ്യൂസ്. നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ വരുന്നവർ സ്ക്വാഷും ടാങ്കൊന്നും കൊടുക്കലൊക്കെ നിർത്തി നമ്മളെ കുറച്ച് വെറൈറ്റി പിടിച്ച് ചെമ്പരത്തി ജ്യൂസ് കൊടുക്കുക. അപ്പോൾ അവർ കഴിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഡീഫൈഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെമ്പരത്തിയൊക്കെ അമ്മമാരും ഇതൊക്കെ നട്ടെടുത്ത്, അപ്പോൾ അമ്മമാർ നട്ട് വളർത്തി ഉരുവത്തി കുറേ കൊണ്ടായ ചെമ്പരത്തിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ പൂവൊക്കെ നമ്മൾ പറിച്ചെടുക്കും, എന്നിട്ട് പറയും വീണ്ടും ഉണ്ടാവുന്നു. എന്നിട്ട് നമ്മൾ ആ പൂ കൊണ്ടൊരു ജ്യൂസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അങ്ങനെ കക്കിലും കാര്യങ്ങളും നല്ല മധുരമുള്ള ഒരു ജ്യൂസാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞാൽ ഞങ്ങൾ മടിപ്പിക്കാനുള്ള ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയണ്ടേ. നേരെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു 20-25 ചെമ്പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കാണ്. ഇതിലേക്ക് 2 ഗ്ലാസ് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് പഞ്ചസാര നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് വിടിപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ പൂമ്പൊടിയുള്ള ഭാഗവും ഞൊട്ടിയൊക്കെ മാറ്റുക. എല്ലാം വിടിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകുക. നല്ല അഴുക്കോ പ്രാണികണിയൊക്കെ പോവാൻ വേണ്ടി നമ്മൾ വെള്ളം പൂവാൻ വയ്ക്കുക. ഇതുപോലുള്ളൊരു പാത്രത്തിൽ നിന്നിട്ട് നമ്മൾ നേരത്തെ പഞ്ചസാരയൊക്കെ ഇട്ടില്ല, അത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ചെമ്പരത്തി വെള്ളങ്ങളിലൊക്കെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. നന്നായിട്ട് ഇളക്കുന്നതിൻ്റെ കളറൊക്കെ അതിൻ്റെ നന്നായിട്ട് മാറി തുടങ്ങി. അതിൻ്റെ കളറ് ഉണ്ടോ, ഇതുപോലെയായി അതിൻ്റെ കളർ. ഇപ്പോൾ നമ്മളൊന്ന് ആറാൻ വയ്ക്കാൻ 4 നാരങ്ങ നമ്മളെടുത്തു. ആ ഇടവേളക്ക് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വെള്ളവും ചേർത്തിട്ടുള്ളതോ നാരങ്ങ മാത്രം പിഴിഞ്ഞ് വെച്ചേക്കാം 4 നമ്മൾ ആറിക്കഴിഞ്ഞത്. ആറിയതിന് ശേഷം നമ്മളതിൻ്റെ ആ വേസ്റ്റൊക്കെ എടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയുടെ സഹായത്തോടെ അരിച്ചെടുക്കുക. അപ്പം അതിൻ്റെ വേസ്റ്റ് എല്ലാം അവിടെ ആയിക്കോളും. കണ്ടോ, ഇതുപോലെ ആവും. ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ എടുത്ത് നാരങ്ങയുടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങയുടെ കുരുവൊക്കെ ആണെങ്കിൽ അരിപ്പയിലപ്പം ഇരുന്നോളും. നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇനിയാണ് മാജിക് ഇളക്കുമ്പോൾ. വാവ്, കളറൊക്കെ ചേർത്ത പോലെയാണ് ഫ്രണ്ട്സ്. ഇത് നല്ല കളറായി. അമ്പ കണ്ണു മഞ്ഞളിച്ച പോലെയായി പോയി. എൻ്റെ അമ്മ സൂപ്പർ കളറായി. ഇപ്പോൾ ഇത് ഉണ്ടോ, നല്ലോണം കളറായി. വെള്ളം നാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് ആക്കുക. നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഒരു ചെറിയൊരു പണിയും കൂടി ഉള്ളൂ. അപ്പോൾ പകുതി ഗ്ലാസ് ഇതിന്, പകുതി ഗ്ലാസ് വെള്ളം. ഇതൊറ്റയ്ക്കും കുടിക്കുക, അതിനേക്കാൾ നല്ല വെള്ളം ചേർത്ത് കുടിക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഉണ്ടാക്കി കഴിഞ്ഞു ചെമ്പരത്തി ജ്യൂസ്. ഉണ്ടോ, നല്ല കളറൊക്കെ ഉണ്ട്. ഇപ്പോൾ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടിച്ചു നോക്കണം. കക്കില്ല എന്നൊക്കെ അറിയണം. കക്കില്ല എന്ന് തന്നെ പ്രതീക്ഷ. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കക്കിനൊന്നുമില്ല. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റൊക്കെ ഉണ്ട്. ഉണ്ടോ, നല്ല കളറുണ്ട് ഇതിന്. ഇത് വെള്ളം ചേർത്താണ് കുടിക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർത്ത് കുടിച്ചാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക. ഞാനിൽ വെള്ളം ചേർക്കാനാണ് ഇതിപ്പോൾ എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, കക്കണമൊന്നുമില്ല. നല്ല മധുരമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. പിന്നെ ചുവന്ന ചെമ്പരത്തി തന്നെ എടുക്കുക, വെള്ള ചെമ്പരത്തിയും പിന്നെ പല പല കളർ ചെമ്പരത്തിയാണെന്നോ എടുക്കരുത്. സാധാരണ ചുവന്ന ചെമ്പരത്തി എടുക്കുക നമ്മൾ. ഓക്കെ, 5 ഇതുള്ള ചെമ്പരത്തിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ DIY ഇലക്ട്രോണിക് ക്രാഫ്റ്റ് ട്രാവലിംഗ് കുക്കറുള്ള വീഡിയോകൾക്ക് വേണ്ടി ഡീഫൈഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലെ ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത് ഇന്നലെ വീഡിയോ കാണാമെന്ന് വെച്ചാൽ സൈനിങ് ഔട്ട്.